അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ 4 പേർ കൂടി പിടിയിലായിരിക്കുന്നു. മലപ്പുറം കീഴ്ശ്ശേരിയിലെ ലോഡ്ജിൽ നിന്നാണ് 50 ഗ്രാം MDMA-യുമായി ഇവർ പിടിയിലായത്. സംഘത്തിലെ 3 പേർ നേരത്തെ പിടിയിലായിരുന്നു. അഷ്കർ അലി ചേരുന്നു വിശദാംശങ്ങളുമായി. അഷ്കർ, ഇതിൽ എല്ലാവരും പിടിയിലായോ ഇപ്പോൾ? റോഷ്നി, മുഖ്യ കണ്ണികളായിട്ടുള്ള 7 പേർ, ഇന്ന് പിടികൂടി 4 പേരടക്കം മൊത്തം 7 പേരെയാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അഥവാ ഇവർ ഈ പ്രതികളൊക്കെ തന്നെ നേരത്തെ ഖത്തറിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരായിരുന്നു. അവിടെ നിന്നും ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് ഇവർ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പദ്ധതി രേഖയുണ്ടാക്കുകയും കേരളത്തിലേക്ക് എത്തിച്ച് ഒരു അന്തർ സംസ്ഥാന ലഹരി മാഫിയയിലെ കണ്ണികളായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അങ്ങനെ ബംഗളൂരുവിൽ നിന്നും വലിയ തോതിൽ ലഹരി എത്തിച്ച് കേരളത്തിലേക്ക് വിൽപ്പന നടത്തുന്നതായിരുന്നു പ്രതികളുടെ ശൈലി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടോട്ടി കീഴ്ശ്ശേരിയിൽ നിന്നും 50 ഗ്രാം MDMA പോലീസ് പിടികൂടുന്ന ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരടക്കം ചേർത്ത് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ കണ്ണികളായിട്ടുള്ള 4 പേരെ കൂടി ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കണ്ണൂർ മമ്പ്രം സ്വദേശിയായിട്ടുള്ള ചാലിൽ ഷഫീഖ്, അതുപോലെ തന്നെ മംഗലോട്ട് ചാൽ സ്വദേശി ബൈത്തുൽ ഹിദിയ വീട്ടിൽ മുഹമ്മദ് ബിലാൽ, ഓളായിക്കര സ്വദേശി മുഹമ്മദ് ഫാസിൽ, കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയായിട്ടുള്ള ഹസൈനാർ 23 വയസ്സ് ഉൾപ്പെടെയുള്ള 4 പേരാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയും. കണ്ണികളടക്കം അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ മാഫിയ സംഘത്തിലെ തന്നെ കണ്ണികളായിട്ടുള്ള ആളുകളടക്കം പിടികൂടാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. റോഷ്നി, നമ്മുടെ സംസ്ഥാനത്ത് ഇടവേളകളില്ലാതെ തന്നെ ഇങ്ങനെ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണല്ലേ അഷ്കർ ഈ കേസും? റോഷ്നി, തീർച്ചയായും. കാരണം കേരളത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി എത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇതര സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയിലെ ബംഗളൂരുവിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ തന്നെ ഈ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തികച്ചും ഗുണ്ടാ സ്വഭാവത്തിലടക്കം പ്രവർത്തിക്കുന്ന വലിയ റാക്കറ്റുകൾ ബംഗളൂരുവിലെ പല കേന്ദ്രങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ പിടികൂടുക എന്നുള്ള പലപ്പോഴും പോലീസിന് പിന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന സംഘങ്ങൾ കൂടിയാണ്. കാരണം അന്തർ സംസ്ഥാന തലത്തിൽ തന്നെ കേരളത്തിലേക്ക് വലിയ ലഹരി എത്തിക്കുന്ന സംഘങ്ങൾ കൂടിയാണ് ഇവർ. കോടികൾ ഇടപാടുകളാണ് ഇവർ പലപ്പോഴും നടത്തുന്നത്. റോഷ്നി, ശരി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.